അസ്സലാമലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 3 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും ആഫിയത്തും തന്ന അള്ളാഹുവിനോട് ഒരു ഹംദ് പറയാം. അൽഹംദുലില്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ റൗദ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലി അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്. ഇങ്ങനെ ആ പുണ്യഭൂമിയിലെത്തി സലാം ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ നാഥ. ആമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം വളരെ വിഷമതകൾ നിറഞ്ഞതും അപകടങ്ങൾ നിറഞ്ഞതുമായ കാലഘട്ടമാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഓരോ അടയാളങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. മനുഷ്യനെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. ആർക്കും ആരെയും സഹായിക്കാനോ ഒരാളോട് സംസാരിക്കാനോ സമയമില്ല. എല്ലാവരും തിരക്കിലാണ്. മകന് ഉമ്മ ഉപ്പക്ക് സ്വന്തം മകളാണെന്നോ എന്ന ഒരു ചിന്തയുമില്ല. ലഹരി മരുന്നിന് അടിമയാണ് അധിക ആളുകളും. നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ആദിയാണ്. വീട്ടിലെത്താൻ നേരം വൈകിയാൽ ആണായാലും പെണ്ണായാലും വല്ലാത്ത പേടി തന്നെയാണ്. എത്ര പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്? വിദ്യാഭ്യാസത്തിൻ്റെ കുറവോ ഒന്നുമല്ല, പഠിക്കാൻ മിടുക്കരായ മക്കൾ തന്നെയാണ്. എന്നിട്ടും എല്ലാവർക്കും പിയക്കുന്നത് എവിടെയാണ്? ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ വല്ലാതെ പേടിപ്പെടുത്തുന്നതാണ്. വെട്ടിക്കൊലകൾ വർദ്ധിക്കുന്നു. മനുഷ്യൻ അധപ്പതിച്ചു പോയിരിക്കുന്നു. ഇനിയുള്ള മുമ്പോട്ടുള്ള കാലഘട്ടം ഓർക്കുമ്പോൾ, ഇനി വരാനിരിക്കുന്ന നമ്മുടെ പുതിയ തലമുറയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവരുടെ അവസ്ഥ ഇനി എങ്ങനെയായിരിക്കും? തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നാം ചിന്തിക്കുക. നമ്മുടെ ഓരോ പ്രവൃത്തിയും തെറ്റുകൾ വരാതെ എല്ലാവരും നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുക. സ്വലാത്തുകളും ദിക്റുകളും വർദ്ധിപ്പിക്കുക. ഫർളായ കാര്യത്തിന് ഒരു കോട്ടവും വരാതെ ചെയ്യുക. ധാരാളം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. ഒരുപാട് പേർ പല പ്രയാസത്തിലാണ്, ഭയങ്കര ടെൻഷനിലാണ്. കടം കാരണം പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഇങ്ങനെ കടവും ബാധ്യതയും ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും പ്രയാസമുള്ളവരാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഇതെല്ലാം. ക്ഷമിച്ചാൽ അള്ളാഹു കൂലി നൽകും എന്നാണ്. എന്ത് സങ്കടം വന്നാലും പ്രയാസം വന്നാലും അതിന് അള്ളാഹുവിൻ്റെ കൂലിയുണ്ട് എന്നാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. എല്ലാ നിസ്കാരശേഷവും വിശ്വാസത്തോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എല്ലാ കാര്യവും അള്ളാഹു ഹൈറാക്കി തരും ഇൻഷാ അള്ളാഹ്. എല്ലാവരും ഇത് കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നത് കമൻ്റായി